പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച ഇല്ലെന്ന് വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരവാദം, പാക് അധിനിവേശ ജമ്മു കശ്മീർ വിഷയം മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളത്. ഭീകരവാദത്തിനൊപ്പം നിന്നതിന് പകരം വലിയ വില നൽകേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ പഠിക്കണം. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതം സംയമനം പാലിച്ചു. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശക്തിയും പ്രാപ്തിയും രാജ്യത്തിനുണ്ടെന്നും രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, കൂടുതൽ കടുത്ത ഭാഷയിൽ പ്രതിരോധ മന്ത്രി ആവർത്തിച്ചു പറയുന്നു, ചർച്ച രണ്ടു കാര്യങ്ങളിൽ: പാക് അധിനിവേശ കശ്മീർ, ഒപ്പം ഭീകരവാദം, അല്ലേ? കൃഷ്ണരാജ് ഡൽഹിയിലൊരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെയുള്ള ഭാരതത്തിന്റെ നിലപാട് ഒരിക്കൽ കൂടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാനുമായി ഇനി ഉഭയകക്ഷി തലത്തിൽ യാതൊരു തരത്തിലുമുള്ള ചർച്ചയില്ല. ചർച്ച ചെയ്യാനുള്ളത് രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ്. ഒന്ന്, ഭാരതം നൽകിയിട്ടുള്ള പട്ടിക പ്രകാരം ഭീകരരെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടും, ഒപ്പം ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീർ ഒഴിഞ്ഞു നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാനുള്ളത്. മറ്റ് ഒരു തലത്തിലും നയതന്ത്ര തലത്തിലും ഉഭയകക്ഷി ചർച്ചകൾ സാധ്യമല്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം കടുത്ത ഭാഷയിൽ ചില മുന്നറിയിപ്പുകൾ കൂടി പാകിസ്ഥാൻ നൽകിയിട്ടുള്ളത്. ഭീകരവാദത്തിന് പിന്തുണ നൽകുമ്പോൾ അതിന് പകരമായി കനത്ത വില, വലിയ വില തിരിച്ചു നൽകേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ പഠിക്കണം. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രാപ്തിയും ശക്തിയും ഭാരതത്തിനുണ്ട്. പാകിസ്ഥാനെ പൂർണ്ണമായും തകർക്കാൻ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നിട്ടും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതം സംയമനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ചെയ്യാൻ ഭാരതത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം സംയമനം പാലിച്ചു. ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരും എന്നുള്ള കാര്യം കൂടിയാണ് പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഭാരതവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നൊരാവശ്യം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് മുൻപോട്ട് വെച്ചിരുന്നു. ഇറാൻ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ടെഹ്റാനിൽ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിലായിരുന്നു ഭാരതവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സമാധാന ചർച്ച വേണം എന്നൊരു അപേക്ഷ ഭാരതത്തിന് മുൻപിലേക്ക് പാകിസ്ഥാൻ വെച്ചിട്ടുള്ളത്. പക്ഷേ രാജ്യത്തിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് എന്ന് അവസാനിപ്പിക്കുന്നുവോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്തുണ അവസാനിപ്പിച്ചു എന്ന് ഭാരതത്തിന് ബോധ്യമാകുന്നുവോ അന്ന് മാത്രമേ ഉഭയകക്ഷി തലത്തിൽ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുണ്ടാകൂ എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഉൾപ്പെടെയുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത് ഇന്ന് ഒരിക്കൽ കൂടി കേന്ദ്ര പ്രതിരോധ മന്ത്രി ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനുമായി ഉഭയകക്ഷി തലത്തിൽ ഒരു ചർച്ചയും സാധ്യമല്ല. ഭീകരരെ വിട്ടു നൽകുന്നതും പാക് അധിനിവേശ ജമ്മു കാശ്മീർ ഒഴിഞ്ഞു നൽകുന്നതും മാത്രമാണ് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാനുള്ളത്. പാകിസ്ഥാനെ പൂർണ്ണമായും തകർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നിട്ടും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതം സംയമനം പാലിച്ചു എന്ന കാര്യവുമാണ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും മിസൈൽ സംവിധാനത്തിലും യുദ്ധവിമാനങ്ങളിലും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉറപ്പാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുൻപോട്ട് പോകും. അതിർത്തി സംരക്ഷിച്ചു നിർത്താൻ രാജ്യത്തിന് ശരിയായ ശക്തിയുണ്ട്. സായുധ സേനയുടെ ശക്തിയിൽ രാജ്യത്തിന് വിശ്വാസമുണ്ട്. രാജ്യം സുശക്തമായി മുൻപോട്ട് പോകും എന്ന കാര്യം കൂടിയാണ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത്. കൃഷ്ണരാജ്, ഉഭയകക്ഷി ചർച്ചയ്ക്കില്ല പാകിസ്ഥാനുമായി നിലപാട് ആവർത്തിക്കുകയാണ്. പാക് അധിനിവേശ കശ്മീരിലും ഭീകരവാദത്തിലും മാത്രം നമുക്ക് ചർച്ചയാകാം. ഇനി അതല്ല, ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ കാര്യമായി പലതും ചെയ്യാൻ ഞങ്ങൾക്കാകും എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്ന ചോദ്യവും കേന്ദ്ര പ്രതിരോധ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.